ഹലോ. എനിക്ക് എപ്പോഴും ഈ ബാൽക്കണി വന്നിട്ട് അയ്യോ ഇൻട്രോ എടുക്കാൻ ഇങ്ങനെ തോന്നാറുണ്ട്. അറിയത്തില്ല എന്നാണ്. ആ ഇന്ന് അപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയണമല്ലോ. സോ ഞാൻ ഇന്നൊരു സാറ്റർഡേ ആണ്. സോ ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. നമുക്ക് നോക്കാം, നമ്മളിങ്ങനെയല്ലേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്സ് ഒക്കെ ചെയ്ത് പഠിക്കുന്നത്, പുതിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്കിന്ന് വർക്കില്ല, എബിനിന്ന് വർക്കുണ്ട്. അപ്പം എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് എനിക്ക് മെലിഹ പള്ളിയിലൊന്ന് പോകണമെന്ന് ഒരാഗ്രഹം ഇന്നലെ തൊട്ട്. അപ്പം സോറി, ഞാൻ എന്നെ തന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് എന്തായാലും ഇന്ന് പോവാം, എന്തായാലും ആഗ്രഹിച്ചല്ലേ, അങ്ങനെ ഓർത്തു. യെസ്, അതിൻ്റെ കൂടെ വേറെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് 1-2 സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെയും കൊണ്ടുപോകാം. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ യെസ്. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ എന്തൊക്കെയോ രംഗങ്ങളൊക്കെ ഞാൻ ഇച്ചിരി കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ ഒന്നും ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പോകാം. സോ രാവിലത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് നടക്കണം. സോ ബേസിക്കലി രാവിലെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം ചൂടായിട്ട് അങ്ങനെ തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ വെതർ നല്ലതായിരിക്കും, എനിക്ക് വെളിയിൽ പോകാൻ. പക്ഷെ ഇപ്പം നല്ല വെയിലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോട്ടെ. സോ രാവിലെ ഞാൻ എന്നും ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഞാൻ ചൂടുവെള്ളം കുടിക്കും. അത് എവിടെയായാലും എപ്പോഴായാലും, എവിടെ പോയാലും എനിക്ക് ഐ ട്രൈ. ഒന്നുമല്ല, പക്ഷെ എനിക്കതൊരു ആദ്യമേ കോഫി ചായ അല്ലാതെ ഡയറക്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത് കുറ്റബോധം പോലെ തോന്നാറുണ്ട്. ബിക്കോസ് അങ്ങനെ ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് ഇനി അത് ചൂടാക്കി കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഇച്ചിരി പച്ചവെള്ളം, കുറേ വെള്ളം കുടിക്കും. സോ ചൂടുവെള്ളവും ഒരു സ്പൂൺ ഞാൻ ഗീ കഴിക്കും, ബിക്കോസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ഇടയ്ക്കൊക്കെ മറന്നു പോകും, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ മാൾട്ടയിൽ എസ്പെഷ്യലി ഗീ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. ഓക്കെ, സോ രാവിലെ നമുക്ക് പോകണം. സോ കുറച്ച് പരിപാടിയുണ്ട്. സോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ആസ് യൂഷ്വൽ സ്ക്രാമ്പിൾഡ് എഗ്സ്. ഇന്ന് പക്ഷേ ഒരു കുട്ടി പീസ് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി പ്രോട്ടീൻ ആവട്ടെ എന്ന് ഓർത്തിട്ട്. പിന്നെ പിന്നെ ഒരു കപ്പ് ചായ. ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? ചുള്ളുപൊടി. എനിക്ക് കളർ ഇഷ്ടമില്ല, ബ്ലൂ, പക്ഷേ ഈ കൊച്ചിനെ ഇഷ്ടമാണ്. സോ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. അപ്പം ഞാൻ റെഡിയായിട്ട് അതേ പോയി പോലെ റെഡിയായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, സീ യു. ഹലോ. ഞാൻ ഇന്ന് നേരത്തെ പോകണം എന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ അവിടെ എനിക്ക് കുറച്ച് ടെമോയിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നോക്കി ഇരുന്നപ്പോൾ കുറേ നേരം ടൈം വേസ്റ്റ് ആയിപ്പോയി. ആൻഡ് ഇപ്പം വെയിലുണ്ട് ആൻഡ് ഐ എം വെരി ലേറ്റ്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് 1-2 സ്ഥലത്ത് പോകണം. സോ ഞാൻ എന്തായാലും ഒരു സഞ്ചി എപ്പോഴും എടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ സഞ്ചി, റീയൂസബിൾ ക്ലോത്ത് ബാഗ്. സോ ഞാൻ ഈയിടെയായിട്ട് എന്നും കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഷോപ്പിംഗ് ബാഗ് എടുക്കുന്നുണ്ട്. ഒരു ഷോപ്പിംഗ് ബാഗ് ഉണ്ട്. ഓഫ് കോഴ്സ് ചൂടായതുകൊണ്ട് വെള്ളം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും ഡബക്കകത്ത് കൊണ്ടുപോകുന്നതാണ്. ഇന്ന് എനിക്ക് ഡബക്കകത്ത് കൊണ്ടുപോകാൻ ഒരു മൂഡില്ല. ഞാൻ ഒരു പഴം ഇങ്ങനെ എടുക്കുവാണ്. അതെനിക്ക് നന്നായിട്ട് നോക്കണം. ആൻഡ് ദെൻ ഇന്ന് ഞാൻ ഈയിടെയായിട്ട് കുറച്ച് മറവി ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഐ ഹാവ് ദിസ് പേപ്പർ. പിന്നെ ഇത് നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, ഇത് ഇൻ കേസ് ഈ ഷുഗറൊക്കെ ഡൗൺ ആവുകയാണെങ്കിൽ ഇത് ഗ്ലൂക്കഗോൺ ടാബ്സ് ആണ്. അതൊന്ന് 2 കഴിച്ചാൽ ഷുഗർ ഓക്കെ ആവും. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഇത് ഞാൻ ഷുഗർ നോക്കുന്ന ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ ഇത്ര വെയിലത്തൊക്കെ പോകുന്നതല്ലേ, അപ്പം ഒരു സേഫ്റ്റി. അപ്പം ജസ്റ്റ് ഇൻ കേസ് ഒരു പഴമുണ്ട്. എൻ്റെ കാർഡ്സ്, ഇയർഫോൺ, കണ്ണാടി, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഞാൻ പോട്ടെ, ബസ് നോക്കട്ടെ. അപ്പം നമുക്ക് ബസ്സൊക്കെ കിട്ടി. ബസ്സിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത്. ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മാൾട്ടയുടെ ഒരു ഓവറോൾ നിങ്ങൾക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ബേസിക്കലി നിങ്ങൾക്കറിയാം, മാൾട്ട ഒരു ചെറിയ യൂറോപ്യൻ കൺട്രിയാണ്, ഐലൻഡ് കൺട്രിയാണ്. ആൻഡ് മാൾട്ട ബാക്കി യൂറോപ്യൻ കൺട്രീസിനെക്കാട്ടും വളരെ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് മാൾട്ട നിങ്ങൾ കാണുമ്പോൾ മൊത്തത്തോടെ ഒരു ബ്രൗൺ കളർ പ്ലസ് ബ്ലൂ കളർ ഷെയ്ഡാണ്. ഫുൾ ബ്രൗൺ കളറുടെ പഴയ വീടുകൾ. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ കാണുമ്പോൾ കുറേ മുള്ളിച്ചെടി പ്ലസ് ബ്രൗൺ കളർ. ആൻഡ് പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ബ്ലൂ വാട്ടർ. അതാണ് മാൾട്ട. ആൻഡ് ഇപ്പം മാൾട്ടയിൽ കുറേ പേര്, എസ്പെഷ്യലി കുറേ മലയാളീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, ഈവൻ വീഡിയോസിലൂടെ കാണുന്ന ആൾക്കാരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച മാൾട്ട, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച യൂറോപ്യൻ കൺട്രി പോലെയാണോ നിങ്ങൾ വന്നിട്ട്
നിങ്ങൾ കണ്ട മാൾട്ട എന്ന് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ബിക്കോസ് എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്റ്റോറീസ് പറയാനുണ്ട്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. ഇത് ഇംഹാസൽ ബസ് സ്റ്റോപ്പ്. നിങ്ങൾക്ക് മലയാളീസിൻ്റെ ബസ് സ്റ്റോപ്പ് വേണമെങ്കിലും പറയാം. ഒരിക്കലും നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ഫീൽ ആവത്തില്ല. മെലിയാപ്പള്ളി വരണമെങ്കിൽ ഈ ഒരു സ്റ്റോപ്പിൽ വന്നിറങ്ങണം. ഇവിടെ നല്ല കുട്ടി ഷോപ്സ് ഉണ്ട്, കഫേ ഉണ്ട്. ഇവിടെ വരുമ്പം നമുക്ക് അടിപൊളി ടെംപ്റ്റേഷൻസ് ആണ്. നമ്മൾ ആ ടെംപ്റ്റേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു ഐസ്ക്രീം കട നന്നായി അടച്ചിട്ടേക്കുന്നു. അവിടെ ഒരു ഐസ് കോഫിയും കിട്ടും, നന്നായി അടച്ചിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ മെലിഹാപ്പള്ളി. ഞാൻ ഇച്ചിരി മുന്നോട്ട് പോയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് മെലിഹാപ്പള്ളി. ഒത്തിരി പേർക്ക് നല്ല വിശ്വാസമുള്ള, കുറേ അത്ഭുതങ്ങൾ നടക്കുന്ന, ഒത്തിരി പേർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്ന ഒരു പള്ളി. ഇവിടെ മാൾട്ടയിൽ എല്ലാ പള്ളികൾക്കും ഉണ്ട് ഒരു ചരിത്രം. ഇവിടെ മെലിഹാപ്പള്ളിയിൽ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അത് പണ്ട് സെയിൻറ്റ് പോളും സെയിൻറ്റ് ലൂക്കും ഇവിടെ മാൾട്ടയിൽ വന്ന സമയത്ത് സെയിൻറ്റ് ലൂക്ക് വരച്ച പെയിൻറ്റിംഗ് ആണ് എന്ന് പറയുന്നു. അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം. നമ്മൾ നിന്ന പള്ളിയിൽ നിന്ന് സൈഡിൽ കൂടെ ഒരു വഴി കൂടെ നമ്മൾ മുകളിലോട്ട് കയറ്റം കയറുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന പള്ളിയിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ താഴോട്ടാണ് ഗ്രോട്ടോ. പിന്നെ ഇവിടെ മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ പണ്ട് മെലിഹാപ്പള്ളി ഇങ്ങനെ ഷെൽട്ടർ ഹോമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രോട്ടോ. ഗ്രോട്ടോയ്ക്ക് പോകാനുള്ള ഗേറ്റ്. ഇവിടെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട്. ഇത് കയറുമ്പോഴാണ് ഒരു ചടങ്ങ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മാതാവിൻ്റെ ഗ്രോട്ടോ. അപ്പം ഈ നമ്മുടെ SMYM യൂത്ത് എല്ലാ മാസം ഒരു സാറ്റർഡേ ഗ്രോട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ 2 സ്റ്റാൻഡ് കാണുന്നില്ല, ഇവിടെ എപ്പോഴും കുറേ ലെറ്റേഴ്സും കുറേ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് സർപ്രൈസിംഗ്ലി മിക്ക ലെറ്റേഴ്സും മലയാളത്തിലായിരിക്കും. നമ്മുടെ നിയോഗങ്ങളെല്ലാം എല്ലാവരും എഴുതി വെക്കുന്നതാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ, ആകെ മൊത്തം ബ്രൗൺ ഷെയ്ഡ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആകെ നിങ്ങൾ കാണുമ്പം മൊത്തത്തോടെ ഒരു ബ്രൗൺ ഷെയ്ഡും പിന്നെ കുറേ ഇങ്ങനെ എംറ്റി ലാൻഡ്, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ പോലെ, പിന്നെ കുറേ ബിൽഡിംഗ് ഉള്ള സ്ഥലങ്ങൾ. അതാണ് സെൻറ്റ് പോൾസ് ബേ, ബുജീബ എന്ന് പറയും, ബുജീബ ഏരിയ. പക്ഷെ ആകെ മൊത്തം ഒരു എംറ്റിനെസ് ആണ് നമ്മൾ മെലിഹ എന്ന ബുജീബ വരെയുള്ള ഒരു പോക്ക്. പക്ഷേ സമ്മറിൽ മെലിഹ ഒരു അടിപൊളി സ്ഥലമാണ്. ഈ മരങ്ങളുടെ ഇടയിൽ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ വന്ന ആൾക്കാർ ടെൻ്റ് അടിക്കും, അവിടെ വന്ന് ഡേ പിക്നിക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് മെലിഹ. സോ മെലിഹ നിങ്ങളിങ്ങനെ കണ്ടാൽ പോലും സമ്മറിൽ ഏറ്റവും കൂടുതൽ അടിപൊളി സ്പോട്ടാണ് മെലിഹ. ഇവിടെ മിക്ക മൾട്ടീസുകാർക്ക് ഇങ്ങനെ ഈ കടയിലിരിക്കുന്ന പോലത്തെ ബോട്ടൊക്കെ ഉണ്ട്. കട കണ്ടു, ഇതിനകത്ത് മൊത്തം ബോട്ടാണ്. സോ കുറേ മൾട്ടീസ് ഫാമിലീസിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട്. അവർ സമ്മറിൽ ബോട്ടൊക്കെ ഇറക്കും. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ് കിയാബി. ഈ ഉടുപ്പ് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പാറ്റേണും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാത്തിൻ്റെയും പാറ്റേണൊക്കെ തൊട്ട് ഈ പാൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂടുതൽ പ്രലോഭനങ്ങളിൽ വീഴാതെ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ ആക്ച്വലി കിയാബി വരുന്നത് ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ അത് അഫോർഡബിൾ ആണ്. ആൻഡ് സെക്കൻഡ്ലി ഇവിടെ കിഡ്സ് സെക്ഷനിൽ ഒത്തിരി കളക്ഷൻ ഉള്ളത് കിയാബിയിലാണ്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഞാനും ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ എംബ്രോയിഡറി സംഭവങ്ങൾ, കുട്ടി ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ അവിടെ ഇവിടെയെല്ലാം തൊട്ട് നോക്കുമായിരുന്നു.
ഇപ്പം എൻ്റെ മിക്ക വീഡിയോസിൽ ക്വൈറ്റ്ലി എവിഡൻ്റ് ആണ് എൻ്റെ ഒരു കുട്ടി വയറ്. സോ പ്രത്യേകിച്ച് പ്രഗ്നൻസി അങ്ങനെ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ഇവിടെ മെറ്റേണിറ്റിയും സെക്ഷനും ബേബി സെക്ഷനും ഒക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് കാണുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇതെന്നാ അതെന്നാ എന്ന് പറഞ്ഞ്. എല്ലാത്തിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യുന്നു, അത് എന്തൊക്കെയാണെന്നൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ബേസിക്കലി ഇവിടെ കിയാബിയിലാണ് മെറ്റേണിറ്റി ക്ലോത്ത്സ് ഒക്കെ ഉള്ളത്. വേറെ കടകളിലും ഉണ്ട്, പക്ഷേ അടുത്ത് കിയാബിയാണ്. ആൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെറ്റേണിറ്റി പാൻസ് മേടിച്ചായിരുന്നു, പക്ഷേ കിയാബിയുടെ സ്ലീമേലുള്ള ഔട്ട്ലെറ്റിൽ പാൻസും കളേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ എപ്പോഴും ഞാൻ കാണുന്നത് ഒരു മെറ്റേണിറ്റി ലെഗിങ്സ് ആണ്. സോ ബേസിക്കലി ഇതൊക്കെ ചെക്ക് ചെയ്യാൻ കൂടെയാണ് വന്നത്. ആൻഡ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ബേബി സെക്ഷനും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങണമല്ലോ വെരി സൂൺ. അപ്പം എല്ലാം ഒന്ന് നോക്കുമായിരുന്നു. അപ്പം കണ്ട് വരുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നും. ആൻഡ് ജസ്റ്റ് എല്ലാം ഒന്ന് മേടിക്കുന്നതിനൊക്കെ മുന്നേ ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുക, എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കാൻ കൂടെയാണ് ഞാൻ ഇന്ന് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കുഞ്ഞുങ്ങളാവുന്ന മുന്നേ ഒന്നും ആരും ഒന്നും അങ്ങനെ മേടിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പം മേടിക്കാറുണ്ട്, പണ്ടൊന്നും മേടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ യൂറോപ്പിലൊക്കെ എസ്പെഷ്യലി ഇവിടെ മാൾട്ടയിൽ 28th വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡി ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരു ലിസ്റ്റും തന്നിട്ടുണ്ട്, അതിൽ എന്നൊക്കെ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, മസ്ലിൻ ക്ലോത്ത്. ഞാനത് ചെക്ക് ചെയ്യുമായിരുന്നു, സെറ്റ് ഓഫ് 3 ആണോ സെറ്റ് ഓഫ് 4 ആണോ, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ സ്പെഷ്യൽ ഈ ബേബി മമ്മി ഐറ്റംസ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. സോ അതിൻ്റെ മുന്നേ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഈ ബേബി ക്ലോത്ത്സിൻ്റെയും കുറേ ലിസ്റ്റൊക്കെ ഉണ്ട്, ഈ ചെറിയ കൈയുള്ളതും വലിയ കൈയുള്ളതും വലിയ കാലുള്ളതും. അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. നോക്കി വന്നപ്പം ഈ ന്യൂ ബോൺ സെക്ഷനോ അല്ലെങ്കിൽ 0 to 3 months ഉള്ള സെക്ഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പം അത് കണ്ടില്ല. ബാക്കി 6 months 9 months 12 months ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാനിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇനി കിയാബി ചേച്ചിമാർ ഇത് മാറ്റി വെച്ചതാണോ, എവിടെയെങ്കിലും മറന്നുപോയതാണോ, ആകെ മൊത്തമൊക്കെ തപ്പുമായിരുന്നു. പിന്നെ എന്നാ കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ കുറേ കണ്ട് നമുക്ക് ഇപ്പോൾ അറിയാത്തൊരു സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ചു പോകും, ക്വൈറ്റ് നാച്ചുറൽ. പിന്നെ എപ്പം ഞാൻ ഇവിടുന്ന് പാസ് ചെയ്താലും ഈ വീട് കാണുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്. ആ വീടും ആ മരങ്ങളും ആകെ ഒരു നല്ലൊരു സെറ്റപ്പ്, മറ്റേ പെയിൻറ്റിങ് പോലെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ കിയാബിയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു, ഫോക്കസ്ഡ് ഷോപ്പിംഗ് ആയിരുന്നു. എനിക്ക് വേണ്ട സാധനമാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻട്രോമോഡയിൽ പോയി. ഇവർ സെൻട്രോമോഡ എന്നാണോ പറയുന്നത് ചെൻട്രോമോഡ എന്നാണോ പറയുന്നത് അറിയത്തില്ല. പക്ഷേ ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ അങ്ങാണ്ട് സെയിൽ തുടങ്ങിയതാണ്. ഈ ജംപ് സൂട്ടൊക്കെ കണ്ടില്ലേ, ആകെ 5 euros ജംപ് സൂട്ടാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ച ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഷൂവിൻ്റെ ബോക്സ് എല്ലാം കാലിയാണ്. ഇവിടെ എല്ലാം ഷൂസ് നിറഞ്ഞിരുന്നതായിരുന്നു. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ചെരുപ്പ് നോക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സെക്ഷൻ്റെ അവിടെ മൊത്തം കാലിയായി. ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമില്ല, ഇത് കണ്ടില്ലേ, മൊത്തം ഹീൽസാണ്. സോ എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് സീസൺ സെയിലാണോ അതോ സമ്മർ സെയിലാണോ എനിക്കറിയത്തില്ല. പക്ഷേ ആ കട മൊത്തം കാലിയായെന്ന് ഞാൻ കണ്ടു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് ഒന്ന് ട്രൈ ചെയ്താൽ, പക്ഷേ ഇപ്പോൾ ഒരു കുട്ടി വയറുള്ളതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് ടൈറ്റായിട്ടിരുന്നു. നല്ല ചൂടാണിന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞങ്ങളുടെ ഇവിടെ നഷാറിൽ പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് 8 നോയമ്പിൻ്റെ അത് ഇപ്പോഴേ അകത്തെ ബസ് സ്റ്റോപ്സ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് ഡൈവേർഷനും സസ്പെൻഡഡും ഒക്കെ ആയിരിക്കുവാണ്. രാവിലെ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവും തോന്നുന്നു. അങ്ങോട്ടേ പോയി. ആൻഡ് അവിടെ ഇന്ന് എൻ്റെ പൊന്നും എല്ലാം തീർന്നു. താങ്ക്ഫുള്ളി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതായിരുന്നു. അതിന് എനിക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയായിരുന്നു, ചെരുപ്പും തുണിയും. നല്ല റേറ്റിന് കിട്ടി. നല്ല സമ്മർ കളക്ഷൻ, നല്ല വൈബ്രന്റ് കളേഴ്സും ഒക്കെ. ഇന്ന് ഞാൻ പോയപ്പം ഞാൻ മേടിച്ചതിൻ്റെ ഒക്കെ ചിലതിൻ്റെ സൈസ് ഇല്ല, ചിലതിൻ്റെ കളറില്ല. ഷൂസ് ഒക്കെ ആണെങ്കിൽ ഒന്നുമില്ല. അപ്പം അത് ബിക്കോസ് അവിടെ എന്തോ എൻഡ് ഓഫ് സീസൺ സെയിലോ എന്തോ 70% വരെ ഓഫ് ഒക്കെ ഉണ്ട്.
നല്ല റേറ്റിനുണ്ട്. നല്ല സമ്മർ ഇനിയും ഉണ്ടല്ലോ 1 മാസം, അന്നേരം എല്ലാവർക്കും മേടിക്കാം. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് സെൻട്രമോഡ. അടിപൊളിയാണ്. ഞാൻ പോയപ്പം അവിടെ 2 മണിക്ക് ഇന്ന് ക്ലോസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് സമ്മർ ടൈമിങ്സ് ആണ് അവരുടെ. സാറ്റർഡേ 2 o'clock വരെ ഉള്ളൂ. ഞാൻ കറക്റ്റ് എത്തിയത് 1:45 1:50 കണ്ടാണ്. അപ്പോൾ ഓടി പിടിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കോപ്പ് കിട്ടി, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇന്നത്തെ സർക്കറ്റ് ഒക്കെ കഴിഞ്ഞു. നല്ലതും കേൾക്കാവുക. മടുത്തു ഞാൻ. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ആയല്ലോ. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഹെക്ടിക് ആയിപ്പോ. ഇനിയിപ്പോ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് താങ്ക്ഫുള്ളി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും. എന്നിട്ട് സെക്കൻഡ് ഹാഫ് എന്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട്. നോക്കാം എന്നാ ചെയ്യണ്ടേന്ന്. ബസ് നോക്കി ഇരിക്കാം കുറച്ചു നേരം കൂടെ. പിന്നെ ബസ് കിട്ടി. ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടായിരുന്ന ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്തു. എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഫീസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ബസ്സുകളൊന്നും ഞങ്ങളുടെ റൂട്ടിലോട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ നട്ട വെയിലത്ത് നടന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണവും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ് വൈകിട്ടത്തെ പരിപാടികൾക്ക് തുടങ്ങി. കുക്കറിൽ ഉണ്ട്. നിങ്ങളിങ്ങനെ വല്ല മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്രാവശ്യം അറിയാതെ ഈ കല്ലുപ്പ് മേടിച്ചു. ഒന്നും പറയണ്ട. ചിക്കൻ മാരിനേറ്റഡ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പം എല്ലാം ഒന്നിച്ച് ആയിക്കോളും. എയർ ഫ്രയറിൽ വെച്ചേക്കാം. അപ്പോൾ ഡിന്നർ സെറ്റാവും. പിന്നെ ഒരു ഒരു ഇച്ചിരി പാത്രമെല്ലാം കഴുകി കുളിക്കാം. അപ്പോൾ ഡിന്നറൊക്കെ സെറ്റായി. എബിൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. ഇതായിരുന്നു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ചോ